ലീലാതിലകത്തിലെ ഒന്നാം ശില്പത്തിലെ സൂത്രം 11 ലീലാതിലകക്കാരൻ പാട്ടുപ്രസ്ഥാനത്തിന് ലക്ഷണം കുറിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: ദ്രമിഡ സംഘാതക്ഷര നിബന്ധം മെതുക മൗന വൃത്തവിശേഷം യുക്തം പാട്ട്. 4 ലക്ഷണങ്ങളാണ് പ്രധാനമായും ഈ നിർവചനത്തിലുള്ളത്. ദ്രമിഡ സംഘാതക്ഷര നിബന്ധം, അതായത് 12 സ്വരങ്ങളും 17 വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്ന ദ്രാവിഡ അക്ഷരമാലയിലെ 30 അക്ഷരങ്ങളാണ് ഇതിലുണ്ടാവേണ്ടത്. എതുക, രണ്ടാമത്തെ അക്ഷരവും ഒന്നാമത്തെ അക്ഷരത്തിൻ്റെ മാത്രയും ഒന്നിലധികം സ്ഥലങ്ങളിൽ യോജിച്ചു വരുന്നത്. ദ്വിതീയാക്ഷരപ്രാസം പോലെ തോന്നുമെങ്കിൽ പോലും ഇത് ദ്വിതീയാക്ഷരപ്രാസം മാത്രമല്ല. ഉദാഹരണത്തിന് കട്ട് എന്നതിന് പട്ട് എന്ന് വന്നാൽ അത് എതുകയാവും. പ്രായേണ പാദങ്ങൾക്ക് തമ്മിലാണ് ഈ പ്രാസം വരിക എന്നതുകൊണ്ട് ഇതിനെ പാദാനുപ്രാസം എന്നും വിളിക്കുന്നുണ്ട്. ലീലാതിലകക്കാരൻ പാട്ടിന് ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി സ്തുതിയാണ് ഉദാഹരണമായിട്ട് അദ്ദേഹം നൽകുന്നത്. തരതലന്താളനന്ദ വിളന്ത പൊന്നൻ തനക ചെന്താർ വരുന്താമൽ വാണൻ തന്നെ കരമരിന്ത പൊരുന്താനവന്മാരുടെ കരുളരുന്ത പുരാനേ മുരാരീകണ ഒരു വരന്ത പരന്താമമേ നീ കനി ദുരകചായി പിണിപ്പവനീന്താവണ്ണം ചിരതരം താൾ പണിന്തേനയ്യോ താങ്കന്നെ തിരുവനന്താപുരം തങ്കുമാനന്ദനെ എന്നതാണത്. KM ജോർജ് തമിഴ് മിശ്രം എന്നും കൂടി പാട്ട് സാഹിത്യത്തെ വിളിച്ചിട്ടുണ്ട്. പാട്ട് സാഹിത്യം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന 2 കൃതികളാണ് രാമചരിതവും തിരുനഴൽമാലയും. പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന S. രാജശേഖരൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഇപ്രകാരമാണ്: പ്രകടമായും നമുക്കറിയാവുന്നതുപോലെ പാട്ടുപ്രസ്ഥാനം കടപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിലെ ഇതിഹാസങ്ങളോടും അവിടുത്തെ കാവ്യസങ്കല്പങ്ങളോടുമാണ്. രാമായണ ഭാരതാദി ഇതിഹാസങ്ങളോ സംസ്കൃതത്തിലെ മഹാകാവ്യ സങ്കല്പമോ പാട്ടുപ്രസ്ഥാനത്തിലേക്ക് നേരെ കടന്നു വരികയല്ല ഉണ്ടായത്. അവ ശക്തമായ പ്രാദേശിക ദ്രാവിഡ വത്കരണത്തിന് വിധേയമായി. അങ്ങനെ കേരള സംസ്കാരം പോലെ, കേരളത്തിലെ ജനജീവിതം പോലെ സ്വത്വത്തിലൂന്നി നിന്നും എന്നാൽ മറ്റുള്ളവയിൽ നിന്ന് ആകാവുന്നത്ര സ്വീകരിച്ചും രൂപം കൊണ്ട ഒന്നാണ് പാട്ടുപ്രസ്ഥാനം.